നമുക്കിന്ന് മുറിക്കാനുള്ളത് ഈ ഒരു തേക്ക് മരമാണ്. കാരണം നല്ല മഴ സമയത്താണ് പോയത് തന്നെ എല്ലാ മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊരു കേടുമുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്, തൊട്ടപ്പുറത്ത് ലൈൻ കമ്പിയുണ്ട്, തൊട്ടാ ചിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ്. നല്ല മഴയായിരുന്നു തോന്നുന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിത് മുറിക്കാൻ ചെന്ന് അതേ കയറേണ്ടത് ഞാൻ തന്നെയാണ്. ഉണ്ണി ഇവൻ കയറുമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മരത്തിലൊന്നും അവന് എക്സ്പീരിയൻസ് ഇല്ല, പണിയൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെയാണ് കയറുന്നത്. അപ്പം അതുകൊണ്ട് ആ കൊടിയൊക്കെ പറിച്ച് കളഞ്ഞ് സ്പൈക്ക് ഉപയോഗിച്ചാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മളെ കയറി കമ്പ് ചെറുതായിട്ട് ഇറക്കി. ശിഖരങ്ങളുണ്ടായിരുന്നത് നിറച്ച് ശിഖരമായിരുന്നു, താഴേന്ന് മേളി വരെ. അങ്ങനെ ദാഹിച്ചിരുന്നപ്പോഴാണ് ഒരുത്തനെ വെള്ളം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടത്. അവന് നല്ല രീതിയിൽ എറിയാൻ അറിയാവുന്നത് കൊണ്ട് ആ വെള്ളം തിരിച്ച് താഴെ ഐസക് ന്യൂട്ടൺ ഉള്ളത് കൊണ്ടും ആ വെള്ളം താഴെ വീണ് പുളിക്കിയെന്നും പറഞ്ഞ് പൊട്ടിപ്പോയിട്ട്. പിന്നെ മഴ പെയ്തപ്പം ആയി പൊളിച്ച് നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചു. പിന്നെ പണിഞ്ഞ് എപ്പോഴും ഇച്ചിരി വെള്ളം കുടിച്ചു. കാരണം അതുകൊണ്ട് നല്ല പണിയുള്ള മരമായിരുന്നു. കാരണം ഒരു കമ്പ് പോയിട്ട് അപ്പുറത്ത് കുരപ്പൂ പോലെ എന്തൊക്കെയോ കത്തുന്ന കണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്താണ് കാരണം. ഇനി തേക്കും കമ്പ് തമ്മിൽ ഉരഞ്ഞ് തീ പിടിച്ച് വല്ലതും ആയിരിക്കും, അറിയത്തില്ല. ലൈനാ പൊട്ടിയതല്ല, അങ്ങനെ ആരും വിചാരിക്കുകയും ചെയ്യരുത്. പിന്നെ മഴ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ഫോൺ ഉണ്ടായിരുന്നു, അതെടുത്ത് തോർത്തി പൊതിഞ്ഞ് എറിഞ്ഞു കൊടുത്തു. പിന്നെ ഇതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു കമ്പായിരുന്നു, ഈ ഒരു ശിഖരം. ഇത് തൂക്കിയ സമയത്ത് ഇതാടിയ ആട്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് ഗുജറാത്ത് പോലും ഇങ്ങനെ കുലുങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി കുലുക്കമെന്ന് പറഞ്ഞാൽ അമ്മാതിരി കുലുക്കം. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ബാധ്യതയായിട്ട് ഒരു പ്രശ്നമായിട്ട് വന്നത് ആ ഒരു കമ്പായിരുന്നു. പിന്നെ ഈ കമ്പൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ അടിയും മണ്ടയും കണ്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി. ഈ ഒരു കമ്പും കുഴപ്പമില്ല, അവർക്കത് കണ്ടിച്ച് പോലും മാറ്റേണ്ടി വന്നില്ല. കാരണം നമ്മളെ പിടിച്ച് കെട്ടി നിർത്തിയിരുന്ന കയറയിലാണ് അത് വീണത്. ആ കമ്പ് ആ കയറയിൽ കൂടെ അങ്ങ് ഒഴുകി അങ്ങ് പോയി. കണ്ടോ ഹൈറ്റ് കണ്ടോ, നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ആ മരം. പിന്നെ നമ്മൾ താഴെ വന്നിട്ട് ആദ്യത്തെ ഇടമുറി വെച്ചിട്ട് നമ്മൾ ഈ അടിയിൽ നിന്ന് കൂടെ ഇച്ചിരി ചരിവ് കണ്ടിച്ചു കൊടുത്താലേ മരം പെട്ടെന്ന് ഒടിഞ്ഞ് അങ്ങ് വീണോളൂ. മടക്കി കുത്തി നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത്. നമ്മളതൊക്കെ വെച്ചു. അവരത് കറക്റ്റ് വലിച്ച് താഴെ ഇട്ടുന്നുണ്ടോ, നല്ല താഴ്ച ഹൈറ്റിലാണ് മരം നിൽക്കുന്നത്. ഇവിടെ ഒന്നും വലിയ കാതലൊന്നും ഇല്ല മേളിലൊന്നും. പിന്നെ താഴെ വന്നിട്ട് ആ ഒരു വേറൊരു ശിഖരം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കമ്പൂടെ കണ്ടിച്ച് കളഞ്ഞു. അങ്ങനെ മരത്തിൻ്റെ തൂപ്പെല്ലാം തീർന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇടമുറി അതും കറക്റ്റ് അത് അവിടെ തന്നെ പോയി വീണു. ഇനി ആ ശിഖരത്തിൻ്റെ അതിനൊരു മുറി വെച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ, നല്ല നീളത്തിൽ നിൽക്കുക. അതും വെട്ടി കളഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴെ വന്നിട്ട് ആ ശിഖരത്തിൻ്റെ ബാലൻസ് അത് വെട്ടി റോഡയിൽ വിട്ട്. ഇനി അടുത്ത ഒരു ഇടമുറിയും കൂടെ വെക്കണം, കാരണം എന്നാലേ പറ്റത്തുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും കല്ലും, ഈ വീഴുന്നിടം തന്നെ കല്ലാണ്. ഒന്നാമതെ തടി കേടുള്ളത് കൊണ്ട് എവിടെ വെച്ച് ഒടിയും പൊട്ടും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടോ, എന്നിട്ട് തന്നെ അതിൻ്റെ തൊലി 1.5 ഏക്കർ പോയി. അല്ല അവനോട് ഇതാ വയ്യാത്തത്. ആനയെന്ന് പറഞ്ഞാൽ ചേനയെന്ന് പറയും. അവന് തേങ്ങ ഇല്ലാത്തതിൻ്റെ വിഷമിച്ച് നിൽക്കുക. പിന്നെ നമ്മളത് ചൂട് മാന്തി നോക്കിയപ്പോൾ അതിൻ്റെ ചൂട് കണ്ടോ ഇങ്ങനെ കീറി വല്ലാത്തൊരു ഷേപ്പിൽ നിൽക്കുക. അപ്പോൾ അവരും പറഞ്ഞത് മാന്തണ്ടെന്ന് പറഞ്ഞു, നമ്മളതുകൊണ്ട് മാന്തിയില്ല. അങ്ങനെ അത് ചൂട് നമ്മൾ വെട്ടി തറയിലിട്ടു. പിന്നെ അത് 7-5 അടിക്ക് മുറിച്ച് മാറ്റുക. കണ്ടോ നല്ല കേടെന്ന് പറഞ്ഞാൽ അടിപൊളി കേടാ. തടി വേസ്റ്റ് തടി. വലിയ വിലയും കൊടുത്ത് കാണത്തില്ലായിരിക്കാം, അറിയത്തില്ല. കാരണം ഇതിനൊക്കെ എങ്ങനെയാണ് വില കൊടുക്കുന്നത്? കാരണം പണിക്കൂലി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അറപ്പിച്ചാൽ. കാരണം നമ്മളത് വെട്ടിയിട്ട് അതെല്ലാം പീസാക്കി പണി കഴിഞ്ഞ് കണ്ടോ ഇതാണ് അവസ്ഥ തടിയുടെ. അതിനകത്ത് റംബൂട്ടാനും മാങ്കുസ്തിയൊക്കെ ഉണ്ട്, അതൊന്നും പോവാതെ വേണം ഇത് വെട്ടാൻ. നമ്മളൊന്നും കളഞ്ഞൊന്നുമില്ല, അങ്ങനെ തന്നെ വെട്ടി. പിന്നെ പണി കഴിഞ്ഞ് വസുദേവ ഉണ്ടായത് ഉണ്ണി അങ്ങനെ കയറെല്ലാം കൂടെ ചുറ്റി. എന്നിട്ട് വല്ലതും പറയാനുണ്ടോ? എന്റെ വാക്കിലൂടെ പ്രസക്തി ഇല്ല. മെയിൻ പണിക്കാരൻ ഇവിടെ ഇല്ല, ഉണ്ടാകുന്ന കേൾക്കായിരുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാം, ഉറപ്പാന്നല്ലേ? ഒന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.